നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDF അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് 2 ദിവസം കഴിഞ്ഞിട്ടും LDF അവരുടെ സിറ്റിംഗ് സീറ്റിൽ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇനിയും വെള്ളിയാഴ്ച വരെ കാത്തിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഏകദേശം 4 മാസങ്ങൾക്ക് മുൻപ് MLA സ്ഥാനം രാജിവെച്ചതാണ് അൻവർ. അപ്പോൾ തന്നെ ഉറപ്പിച്ചതാണ് ഒരു സ്ഥാനാർത്ഥി തങ്ങൾക്ക് വേണ്ടിവരുമെന്ന്. എന്നാൽ അക്കാര്യത്തിൽ CPM പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടും ഒരു സ്ഥാനാർത്ഥിയുടെ പേര് പറയാനും അവർക്ക് സാധിച്ചിട്ടില്ല. കോൺഗ്രസിനാണ് ഈ അവസ്ഥ സംഭവിച്ചതെങ്കിൽ ഗോവിന്ദനും ബാലനും അടങ്ങുന്ന ധീരസഖാക്കളെല്ലാം പത്രസമ്മേളനം വിളിച്ച് ആഘോഷിക്കുമായിരുന്നു ഇപ്പോൾ. പക്ഷേ ആകെ നാണക്കേടായി മാറിയിരിക്കുന്നു CPM-ന്. ഈ സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM-ന് സ്ഥാനാർത്ഥിയെ നൽകുകയാണ് രാഹുൽ മാങ്കൂട്ടം MLA. CPM ധൈര്യമുണ്ടെങ്കിൽ M സ്വരാജിനെ മത്സരിപ്പിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ MLA ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സിറ്റിംഗ് സീറ്റിൽ ജയിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ടെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂരുകാരനും നിലമ്പൂരിന്റെ ചുമതലക്കാരനുമായ M സ്വരാജിനെ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറാവുകയും സ്വരാജ് അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യണമെന്നാണ് മാങ്കൂട്ടത്തിലിന്റെ വെല്ലുവിളി. 2 തവണ തുടർച്ചയായി LDF സ്ഥാനാർത്ഥി ജയിച്ച ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ പോലും ധൈര്യമില്ലാതെ ഒരു സംസ്ഥാന നേതാവ് തന്നെ മാറി നിൽക്കുമ്പോൾ അതിനർത്ഥം തോൽവി ഉറപ്പായി എന്നുള്ളതാണ്. അവിടെയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം മാത്രം അറിഞ്ഞാൽ മതിയെന്ന ഒരു സാഹചര്യത്തിലേക്ക് നിലമ്പൂർ എത്തിക്കഴിഞ്ഞു എന്നുള്ള സത്യം പറയുന്നത്. രാഹുൽ മാങ്കൂട്ടം പറയുന്നത് ഇങ്ങനെയാണ്. അതായത്, നിലമ്പൂരിൽ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണല്ലോ. മത്സരിക്കാൻ പറ്റിയ അതിസമ്പന്നർ ആര് എന്ന് തിരഞ്ഞ് സീറ്റ് കച്ചവടത്തിന് ശ്രമിക്കുന്ന ഈ പാർട്ടി സ്വന്തം പ്രവർത്തകരെ തന്നെ വെല്ലുവിളിക്കുകയാണ്. സഖാവ് കുഞ്ഞാലിയുടെ മണ്ണാണ്, സഖാവ് കുഞ്ഞാലിയുടെ മണ്ണാണ് എന്ന് ആണയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ആ മണ്ണിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്നാണ് മാങ്കൂട്ടം ചോദിക്കുന്നത്. പിണറായി 3.0 ലോഡിംഗ് എന്ന് തള്ളിമറിക്കുന്നവർക്ക് സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാനുള്ള ആളിനെ കിട്ടില്ല എന്ന് പറയുന്നത് തന്നെ എന്തൊരു ദുരവസ്ഥയാണ്. അതല്ല, സിറ്റിംഗ് സീറ്റിൽ ജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെങ്കിൽ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും നിലമ്പൂരിന്റെ ചുമതലക്കാരനുമായ M സ്വരാജിനെ മത്സരിപ്പിക്കാൻ പാർട്ടി തയ്യാറാവുകയും സ്വരാജ് അത് സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്യുമല്ലോ എന്നാണ് മാങ്കൂട്ടം പറഞ്ഞിരിക്കുന്നത്. പാർട്ടിയിലെ ഒരു വിഭാഗം സ്വരാജ് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും അത് തന്നെ ഒതുക്കാനാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സ്വരാജിന്റെ ആറ്റിറ്റ്യൂഡിലും ഒരു ബലിയാടിനെ തപ്പുന്ന പാർട്ടിയുടെ അന്വേഷണത്തിലും കാണാം ആ പരാജയ ഭീതി. കഴിഞ്ഞ 2 തവണയായി 9 വർഷക്കാലം CPM-ന്റെ സിറ്റിംഗ് സീറ്റിൽ മത്സരിക്കാൻ സ്വരാജിന് പോലും ധൈര്യമില്ലെങ്കിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം 20,000 കടക്കും. ധൈര്യമുണ്ടെങ്കിൽ ആളിനെ തപ്പി അങ്ങാടിയിൽ നടക്കാതെ M സ്വരാജിനെ മത്സരിപ്പിക്ക്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വെല്ലുവിളി സ്വീകരിച്ചാൽ M സ്വരാജിന്റെ രാഷ്ട്രീയ ഭാവി വീണ്ടും ഇരുളടയും എന്നുറപ്പാണ്. അത് തന്നെയാണ് മരുമോൻ ഗ്രൂപ്പിന്റെയും ആവശ്യം.